Welcome to BSc Physics Main of this paper, Semester 6, Paper 3, 5th lecture. Today's topic is Fresnel's biprism. Optics, BSc Physics Main, 5th lecture. We discussed what is called Fresnel's biprism. We read it as Fresnel, write as Fresnel and read as Fresnel. Fresnel's biprism. That's the topic. It's an important essay type question, long answer type question. And before that, we say what is the types of interference. Before discussing the Fresnel biprism, we say a note on types of interference. The phenomenon of interference is divided into two classes. One is, and this is an important short answer question, you remember. One is interference due to division of wavefront. Other is interference due to division of amplitude. What is interference due to division of wavefront? The incident wavefront is divided into two parts, either by reflection or refraction. These two parts of the same wavefront travel unequal distances and reunite at a small angle on the screen to produce interference fringes or bands. Following devices are based on the principle of division of wavefront to obtain interference. A biprism, B double mirror, C Lloyd's mirror. അതായത് ഒരു വേവ് ഫ്രണ്ടിനെ രണ്ടായിട്ട് ഭാഗിച്ചിട്ട് അവ സഞ്ചരിച്ച് പാത്ത് റിഫറൻസ് ഉണ്ടാകുമ്പോൾ ഇൻ്റർഫറൻസ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഇൻ്റർഫറൻസ് ബൈ ഡിവിഷൻ ഓഫ് വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ ബൈപ്രിസം, അതിപ്പോൾ പഠിക്കാൻ പോകുന്നതാണ്. പിന്നെ ഡബിൾ മിറർ അങ്ങനെ ഒരെണ്ണമുണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. ലോയിഡ്സ് മിററും ഇപ്പോൾ പഠിക്കാനില്ല. അതിന് ഇവയിലെല്ലാം ഇൻ്റർഫറൻസ് ബൈ ഡിവിഷൻ ഓഫ് വേവ് ഫ്രണ്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഇൻ്റർഫറൻസ് ബൈ ഡിവിഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. ഇൻ ദിസ് കേസ് the amplitude of incoming wave from a monochromatic source is divided into two parts, either by partial reflection or refraction. These divided beams reunite after traversing different paths or interfere. The devices based on the principle are Newton's rings, Michelson interferometer, parallel ആൻഡ് വെഡ്ജ് ഷേപ്പ്ഡ് ഫിലിംസ്. ഇവയെല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്. ന്യൂട്ടൺസ് റിങ്സ് നമ്മുടെ ഒരു പ്രധാന ലോങ് ആൻസർ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. മൈക്കിൾസ് ഇൻ്റർഫെറോമീറ്റർ പഠിക്കാനുണ്ട്, അതുപോലെ വെഡ്ജ് ഷേപ്പ്ഡ് ഫിലിം പഠിക്കാനുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ ഇൻ്റർഫെറൻസിൽ ഈ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ പാർഷ്യൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ മൂലം നമ്മൾ ഭാഗിച്ചെടുത്ത് ഇൻ്റർഫെറൻസ് നടത്തുന്നതാണ്. അതിന് എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂട്ടൺസ് റിങ്സ് ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ രണ്ടു തരം ഇൻ്റർഫറൻസ് ആണ് ഉള്ളത്. ഇൻ്റർഫറൻസ് ബൈ ഡിവിഷൻ ഓഫ് വേവ് ഫ്രണ്ട് ആൻഡ് ഇൻ്റർഫറൻസ് ബൈ ഡിവിഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. ദ ക്വസ്റ്റ്യൻ മേ ബി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദി ഇൻ്റർഫറൻസ് ഡ്യൂ ടു ഡിവിഷൻ ഓഫ് വേവ് ഫ്രണ്ട് ആൻഡ് ഇൻ്റർഫറൻസ് ഡ്യൂ ടു ഡിവിഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. യു റീഡ് ആൻഡ് സ്റ്റഡി. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നൗ കംസ് ബൈപ്രിസം. Biprism is a glass prism. Bi എന്ന് പറഞ്ഞാൽ ടു എന്ന് അർത്ഥം കേട്ടോ, ടു. Biprism is a glass prism with a refracting angle 170 degree so that other angles are, that is given here. Other angles are nearly half degree each. It is equivalent to a combination of two thin prisms with their base joined together hyphen. Hence the name biprism. അപ്പോൾ ബൈപ്രിസിൻ്റെ പടമാണ് താഴെ കാണിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ കാണിച്ചിരിക്കുന്നത് അതിനകത്തുള്ള റേ ഡയഗ്രമാണ്, ഇൻ്റർഫറൻസ് കാണിക്കുന്നതിൻ്റെ പടമാണ്. അപ്പോൾ നോക്കി, ബൈപ്രിസം നമ്മൾ വളരെ വലിയ ആംഗിളായിട്ടാണ് വരച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, എയിൽ ആംഗിൾ. ഇപ്പോൾ ABC ആണ് ചിത്രത്തിൽ ബൈപ്രിസം, താഴത്തെ പടത്തിൽ മുകളിൽ തന്നെ. അപ്പോൾ എ എന്നുള്ള ആംഗിൾ 179 ഓർക്കണം. അപ്പോൾ ഈ ബിയിലെ സിയിലെ ആംഗിൾ വളരെ ചെറുതാണ്, ഹാഫ് ഡിഗ്രി. അപ്പോൾ സംഗതി ഒരു പ്ലെയിൻ ഗ്ലാസ് പോലെയാണ് ഇരിക്കുന്നത്. എ എന്നുള്ള ആംഗിൾ 179 ഡിഗ്രിയും ബിയിലെ സിയിലെ ആംഗിൾ ഒരു ഹാഫ് ഡിഗ്രിയാണ്. ഈ പടത്തിലാണെങ്കിൽ അത് 20 ഡിഗ്രി 30 ഡിഗ്രിക്ക് വരും. ഈ പടത്തിൽ വളരെ ഒതുക്കി വരയ്ക്കാൻ പ്രയാസമുള്ളതാണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത്. ബിയിലെ സിയിലെ ആംഗിൾ ഹാഫ് ഡിഗ്രിയാണ്, എയിലെ ആംഗിൾ 179. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ബൈപ്രിസം. അപ്പോൾ നടുക്ക് എയിൽ കൂടി ഒരു വട്ടം ഒരു ലൈൻ വരച്ചാൽ
നമുക്ക് 2 പ്രിസമായിട്ട് വിചാരിക്കാം. അതുകൊണ്ടാണ് ഇതിനെ കോമ്പിനേഷൻ ഓഫ് 2 തിൻ പ്രിസംസ് എന്ന് പറയുന്നത്. ആ 2 തിൻ പ്രിസം കോമ്പിനേഷൻ, 2 പ്രിസം ബൈ പ്രിസം ആസ് എ മീനിങ്. അപ്പോൾ അതിലെ റേ ഡയഗ്രാണ് മുകളിലത്തെ പടത്തിൽ കാണുന്നത് കേട്ടോ. ആ പ്രിസം വെച്ചിരിക്കുന്ന ABC. അപ്പോൾ ആ പ്രിസം നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം. അതിന് A എന്നുള്ളത് റൈറ്റ് സൈഡിൽ വരാം, A എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ വരാം. പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ സംശയം വരും, ഈ പ്രിസം എങ്ങനെയാണ് വെച്ചിരുന്നത്. ആ A എന്നുള്ള മൂല റൈറ്റ് സൈഡിലേക്കാണ്, അല്ലെങ്കിൽ A എന്നുള്ള മൂല ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ എങ്ങനെ വരച്ചാലും നമുക്ക് ബാലൻസ് കിട്ടും, എങ്ങനെ വെച്ചാലും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും വരക്കാം. ചില ടെക്സ്റ്റിനകത്ത് A എന്നുള്ള ആ അഗ്രം ലെഫ്റ്റിലാണ് കാണിച്ചിരിക്കുന്നത്, കോർണറ് ലെഫ്റ്റ് കാണിക്കും, ഇവിടെ റൈറ്റ് കാണിക്കും. എങ്ങനെ വരച്ചാലും പടം ശരിയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ചെറിയ അകലത്തിലാണ് ഈ എസ് എന്ന് പറഞ്ഞ സോഴ്സ് വെച്ചിരിക്കുന്നത്. ആ സോഴ്സിൽ നിന്ന് ലൈറ്റ് വന്നിട്ട് ഈ പ്രിസത്തിൽ വീഴുകയാണ്, ആ മുകളിൽ താഴോട്ട് വീഴുകയാണ്. അപ്പോൾ റിഫ്ലക്ഷൻ മൂലം 2 സോഴ്സ് നമുക്ക് കാണാൻ പറ്റും, S1 S2. അവ രണ്ടും കൊഹറൻ്റായി പ്രവർത്തിക്കും. ഇത് ഡിവിഷൻ ഓഫ് വേവ് ഫ്രണ്ടാണ്. അപ്പോൾ ബൈപ്രിസത്തിൽ വീഴുന്ന ആ ലൈറ്റ് 2ആയിട്ട് ഭാഗിച്ചിട്ട് ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അയാൾ കാണുന്നത് S അല്ല കാണുന്നത്, മറിച്ച് S1 S2 ആണ് കാണുന്നത്. ആ പ്രിസത്തിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണുന്നത് S കാണത്തില്ല, പകരം 2 ഇമേജ് S1 S2 കാണും. ഇവർ രണ്ടും കൊഹറൻ്റായി പ്രവർത്തിക്കും. കൊഹറൻ്റായി പ്രവർത്തിച്ചിട്ട് നമ്മൾ ദൂരെ 1 മീറ്റർ അകലെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഇതൊരു ഡാർക്ക് റോ എക്സ്പെരിമെൻ്റാണ്. ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ആ സ്ക്രീനിൽ ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് കിട്ടും. ആ ബാൻഡ്സിനെ വിളിക്കുന്ന പേര് ഇൻ്റർഫറൻസ് ബാൻഡ്സ്. റൈറ്റ് സൈഡിൽ പ്രിസത്തിൽ നിന്ന് D അകലെ 1 മീറ്റർ അകലെ ഒരു സ്ക്രീൻ, വൈറ്റ് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. വൈറ്റ് സ്ക്രീനിൽ നമുക്ക് ഡാർക്കും ബ്രൈറ്റും ബാൻഡ്സ് കിട്ടും. ആ ബാൻഡ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർഫറൻസ് ബാൻഡ്സ്. അപ്പോൾ ഇതാണ് ബൈപ്രിസം അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഈ ബാൻഡുകളുടെ ബാൻഡ് വിടുത്ത് അളന്നിട്ട് നമുക്ക് വേവ് ലെങ്ത് പോലെയുള്ള സംഗതികൾ കണ്ടുപിടിക്കാവുന്നതാണ്. പടം ഓർത്തുകൊള്ളണം. നമുക്ക് പടത്തിലേക്ക് തിരിച്ചു വരാതിരിക്കാനായിട്ട് ആ പടം ഓർത്തിരുന്നാൽ മതി. അവിടെ ABC പ്രിസം, S ആണ് സോഴ്സ്, 2 ഇമേജ്, സ്ക്രീൻ, ആ സ്ക്രീനിലാണ് ബാൻഡുകൾ. ഇത്രയും ഓർത്തിരിക്കുക. അപ്പോൾ ബൈപ്രിസത്തെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാം പരീക്ഷ എഴുതുന്നതാണ്. ബൈപ്രിസം ചോദിക്കുന്നത് കേട്ടോ. ഇൻ്റർഫറൻസ് ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എസ്സാണ് ബൈപ്രിസം. ദ ബൈപ്രിസം ഈസ് മൗണ്ടഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ നാരോ സ്ലിറ്റ് S with its refracting edge parallel to the slit. The slit is illuminated by monochromatic light. Each half of the biprism produces a virtual image of S by reflection. By suitably adjusting the distance between the slit and the biprism, the virtual images S1 and S2 can be made close to each other. These 2 virtual images S1 and S2 of the same sources behave as coherent sources producing interference bands. ഇപ്പോൾ സംഗതി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബൈപ്രിസത്തിൻ്റെ തൊട്ട് മുമ്പിൽ S സ്ലിറ്റ് വെച്ചിരിക്കുകയാണ്. റിഫ്ലക്ഷൻ മൂലം 2 വെർച്വൽ ഇമേജസ് S1 S2 ഉണ്ടാകും. അവ കൊഹറൻ്റ് സോഴ്സായി പ്രവർത്തിക്കും എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ പരീക്ഷണമാണ് ഡിറ്റർമിനേഷൻ ഓഫ് വേവ് ലെങ്ത് ലാംഡ യൂസിങ് ബൈപ്രിസം. അപ്പോൾ എങ്ങനെയാണ് ബൈപ്രിസം എക്സ്പെരിമെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ലാംഡ കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ ലാബിൽ ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് പ്രാക്ടിക്കലില്ല, ലാബിൽ ചെയ്യുന്ന കാര്യം ബൈപ്രിസം. അപ്പോൾ ബാൻഡ് വിഡ്ത്തിന് നമ്മൾ നേരത്തെ എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. വി ഹാവ് സ്റ്റഡീഡ് എക്സ്പ്രഷൻ ഫോർ ബാൻഡ് വിഡ്ത്ത് ആസ് ബീറ്റ ഈക്വൽ ടു D ലാംഡ ബൈ D. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ടാണ് ലാംഡ കണ്ടുപിടിക്കുക. അപ്പോൾ അതിൽ നിന്ന് ലാംഡ കാണുമ്പോൾ ബീറ്റ D ബൈ സ്മോൾ d എന്ന് കിട്ടും. ബീറ്റ ഇസ് D ലാംഡ ബൈ D. അതിൽ നിന്ന് നമ്മൾ സ്മോൾ d കാണുമ്പോൾ ബീറ്റ ക്യാപിറ്റൽ D ബൈ സ്മോൾ d എന്ന് കാണും. അപ്പോൾ എന്താണ് ഈ ലാംഡ അളക്കുന്നതിൽ? ലാംഡ ഇസ് ബീറ്റ D ബൈ സ്മോൾ d. അപ്പോൾ ഇവിടെ ലാംഡ അളക്കുന്നതിൽ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ദ മെഷർമെൻറ്റ് ഓഫ് ലാംഡ ഹാസ് 3 പാർട്സ്. 3 പാർട്ടുണ്ട്. ആ ഇക്വേഷൻ ഓർത്താൽ മതി. ടു മെഷർ ബീറ്റ, ടു മെഷർ ക്യാപിറ്റൽ D, ടു മെഷർ സ്മോൾ d. ഇങ്ങനെ 3 സ്റ്റെപ്പിലാണ് നമ്മൾ ഈ ലാംഡ അളക്കുന്നത്. 3 സ്റ്റെപ്പ്, 3 പാർട്ട് പരീക്ഷണം കഴിഞ്ഞാൽ
നമുക്ക് ലാംഡ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ഒന്നാമത് ടു മെഷർ ബീറ്റയാണ്, രണ്ടാമത് ടു മെഷർ ഡി ആണ്, മൂന്നാമത്തെ ടു മെഷർ സ്മോൾ ഡി ആണ്. ആ സ്മോൾ ഡി അളക്കുന്നതാണ് അല്പമെങ്കിലും പ്രയാസമുള്ളത്, ബാക്കി രണ്ട് വളരെ ഈസിയാണ്. അപ്പോൾ എങ്ങനെ ബീറ്റ അളക്കുക? ബീറ്റ അളക്കാനായിട്ട് നമ്മൾ ഈ ബൈപ്രിസം അതുപോലെ തന്നെ നമ്മൾ സ്ക്രീൻ മാറ്റിയിട്ട് ഐ പീസ് പിടിക്കും. ഐ പീസ് ഒരു മൈക്രോമീറ്റർ ഐ പീസ് പിടിക്കും. ഐ പീസിനകത്ത് നമുക്ക് ബാൻസ് കാണാൻ സാധിക്കും. ഈ മൈക്രോമീറ്റർ ഐ പീസ് എന്ന് പറഞ്ഞാൽ ബാൻസ് കാണാം, അത് എണ്ണാം, അതിനൊപ്പം തന്നെ അതിൻ്റെ റീഡിങ് എടുക്കാം. അതിൻ്റെ പൊസിഷൻ റീഡിങ് നമുക്കൊരു വെർനിയർ സ്കെയിൽ നോട്ട് ചെയ്യാം. അതാണ് ഈ മൈക്രോമീറ്റർ ഐ പീസിൻ്റെ പ്രത്യേകത. സ്ലിറ്റാണ്. അപ്പോൾ സ്ലിറ്റിന് മുമ്പിൽ ബൈപ്രിസം വെച്ചിരിക്കുന്നു. ബൈപ്രിസം ഇങ്ങോട്ട് മാറ്റി പിന്നെ സ്ക്രീനിന് പകരം മൈക്രോമീറ്റർ ഐ പീസ് പിടിച്ചിരിക്കുന്നു. അതിനകത്ത് ബാൻസ് കാണാം. ആ ബാൻസ് നോട്ട് ചെയ്തിട്ട് റീഡിങ് എടുക്കുകയും ചെയ്യാം. ആ സ്ലിറ്റും അതുപോലെ ഈ ഐ പീസിൻ്റെ ഫോക്കൽ പ്ലെയിൻ, നമ്മൾ ആ കാണുന്ന സ്ഥലം, ആ ബാൻസ് കാണുന്ന സ്ഥലം, ഫോക്കൽ പ്ലെയിൻ, അവ തമ്മിൽ അകലെ ക്യാപിറ്റൽ ഡി ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ് ആൻ ഒപ്റ്റിക് ബെഞ്ച് പ്രൊവൈഡഡ് വിത്ത് 3 അപ്രൈറ്റ്സ്. അതായത് ഒരു ഒപ്റ്റിക് ബെഞ്ചിലാണ് ഈ പരീക്ഷണം ചെയ്തത്. കോളേജിൽ കാണും ഈ ഒപ്റ്റിക് ബെഞ്ച്, ലാബിലുണ്ട്. പക്ഷെ അതെല്ലാം ഈ പൊട്ടിപ്പോയ കാരണം ഡെസ്കിനെ പുറത്ത് വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡെസ്കിനെ തൽക്കാലം ഒപ്റ്റിക് ബെഞ്ച് എന്ന് പറയാം. അതിനകത്ത് 3 അപ്രൈറ്റ് ഉണ്ട്. അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ്. അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിൽ പണ്ട് പറയുന്നത് കൊരണ്ടി എന്ന് പറയും. കൊരണ്ടി, അപ്രൈറ്റ്, ഇരിപ്പിടാണ്. അപ്പം ഇത് ഈ 3 സാധനം, സ്ലിറ്റും ബൈപ്രിസവും ഈ മൈക്രോമീറ്റർ ഐ പീസും വെക്കാനായിട്ട് നമുക്ക് 3 സ്റ്റാൻഡുകളുണ്ട്. അപ്രൈറ്റ്സ് ഉണ്ട്. അപ്രൈറ്റ് സ്റ്റാൻഡ്സ് എന്നർത്ഥം. വൺ ഓഫ് ദം സപ്പോർട്ട് വൺ ഓഫ് ദം ക്യാരീസ് എ നാരോ റെക്ടാങ്കുലർ സ്ലിറ്റേഴ്സ്. ഒരെണ്ണത്തിൽ സ്ലിറ്റേഴ്സ് അറേഞ്ച് ചെയ്യും. ഹൂസ് വിഡ്ത്ത് ക്യാൻ ബി അഡ്ജസ്റ്റ്, വിഡ്ത്ത് ക്യാൻ ബി വേരിയഡ്. ഈ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് നമുക്ക് വേരി ചെയ്യാം. The slit is illuminated by monochromatic light. The biprism is mounted on another upright. Biprism മറ്റൊരു uprightൽ വെക്കും, in front of a slit. The biprism can be rotated in vertical planes. ഒരു വെർട്ടിക്കൽ പ്ലെയിൻ അതിനെ കറക്കുകയും ചെയ്യാം. ഇത് തേർഡ് upright carries a micrometer eyepiece which can be moved perpendicular to the length of the optic bench. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് കാര്യം. 3 സ്റ്റാൻഡുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റാൻഡിൽ സ്ലിറ്റ്, രണ്ടാമത്തെ സ്റ്റാൻഡിൽ ബൈപ്രിസം, മൂന്നാമത്തെ സ്റ്റാൻഡിൽ മൈക്രോമീറ്റർ ഐ പീസ്. ഇവ നമുക്ക് ചലിപ്പിക്കാവുന്നതാണ്. The slit, biprism and the eyepiece are adjusted to be in the same horizontal line. ഇവ 3, അതായത് സ്ലിറ്റും ബൈപ്രിസവും പിന്നെ മൈക്രോമീറ്റർ ഐ പീസും നമുക്ക് ഒരേ ലൈനിൽ അറേഞ്ച് ചെയ്യും. The slit is made narrow and biprism is adjusted so that the virtual images S1 and S2 of the slit are quite close to each other. The eyepiece is kept at a fairly large distance from the biprism. അപ്പോൾ നമുക്ക് ഈ ഐ പീസ്, മൈക്രോമീറ്റർ ഐ പീസ് ഒരു സാമാന്യ ഭേദപ്പെട്ട അകലത്തിൽ വെക്കണം, ഒരു 1 മീറ്റർ ഒക്കെ വെക്കണം. നേരെ മറിച്ച് സ്ലിറ്റും ബൈപ്രിസുമായിട്ട് ഒരു 5 സെൻറ്റിമീറ്റർ മതിയാവും. ഈ സ്ക്രീൻ പിടിക്കുന്നത് 1 മീറ്റർ അകലെയൊക്കെയാണ്. By proper adjustment of slit and biprism, sharp and well-defined fringes are obtained in the eyepiece. ഞാൻ പറഞ്ഞുവല്ലോ, അതായത് ഈ സ്ക്രീനിന് പകരമാണ് നമ്മൾ മൈക്രോമീറ്റർ ഐ പീസ് വെക്കുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ബാൻസ് മൈക്രോമീറ്റർ ഐ പീസിൽ കിട്ടും. ഇത് ക്രോസ് വാല്യൂസ് മെയ്ഡ് ടു കോയിൻസൈഡ് വിത്ത് എനി ബ്രൈറ്റ് ബാൻഡ് ആൻഡ് ദ റീഡിംഗ് ഓഫ് ദി മൈക്രോമീറ്റർ ഇസ് ടേക്കൺ as X1. ഏതെങ്കിലും ഒരു ബ്രൈറ്റ് ബാൻഡുമായിട്ട് ക്രോസ് വയറിനെ കോയിൻസൈഡ് ചെയ്യിപ്പിക്കുക. അതായത് മൈക്രോമീറ്റർ ഐ പീസിനകത്തൊരു ക്രോസ് വയർ ഉണ്ട്. ആ
ആ ക്രോസ് വയറിൻ്റെ ഒരു ലൈൻ ഈ ഏതെങ്കിലും ഒരു ബാൻഡുമായിട്ട് നമ്മൾ ചേർത്ത് വെക്കണം, എന്നിട്ട് റീഡിങ് x1 എടുക്കണം. By working the micrometer screw, the cross wire is moved over a different number of bright bands. N. The micrometer reading is again taken, again noted x2. അതായത് നമ്മളൊരു ബ്രൈറ്റ് ബാൻഡുമായിട്ടാണ് മൈക്രോമീറ്ററിൻ്റെ ഐ പീസിൻ്റെ ക്രോസ് വയർ ചേർത്ത് വെക്കുന്നത്. എന്നിട്ടൊരു 10 ബാൻഡോ 20 ബാൻഡോ മാറാൻ വേണ്ടി തിരിക്കണം. എന്നിട്ട് 10 ബാൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും അതൊക്കെ എൻ ബാൻഡ് എന്ന് പറയും. എൻ ബാൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ റീഡിങ് എടുക്കണം ഒരു ബ്രൈറ്റ് ബാൻഡുമായിട്ട് ചേർത്ത് വെച്ചിട്ട്. അപ്പോൾ 2 റീഡിങ് കിട്ടി. ദെൻ x1 ഡിഫറൻസ് x2. അത് നോക്കിയാൽ x1 ഡിഫറൻസ് ആണ്. ഡിഫറൻസ് എന്നറിയാമല്ലോ, ഈ ടിൽഡ് സൈൻ നമ്മുടെ മലയാള അക്ഷരം ഗ മറിച്ചെഴുതുന്ന രീതിയിൽ. x1 ഡിഫറൻസ് x2 ഇസ് എക്സ് ഈസ് കാൽക്കുലേറ്റഡ്. അപ്പോൾ ഈ 10 ബാൻഡുകൾ എപ്പുറം ഇപ്പുറമുള്ള ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ റീഡിങ് x1 x2 എടുത്തിട്ട് ഡിഫറൻസ് ആണ് നോട്ട് ചെയ്യുന്നത്. ആ ഡിഫറൻസിന് x എന്ന് പറയും. ദ ബാൻഡ് വിഡ്ത്ത് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദി ഇക്വേഷൻ ബീറ്റ ഈസ് x/n. അപ്പോൾ n ബാൻഡിൻ്റെ വിഡ്ത്താണ് x. ഇപ്പോൾ ബാൻഡ് വിഡ്ത്ത് x/n അങ്ങനെ കണ്ടുപിടിക്കുക. അങ്ങനെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞു. ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി എക്സ്പെരിമെൻറ്റ് ഈസ് ഓവർ. നൗ വി സേ ടു മെഷർ ഡി, ക്യാപിറ്റൽ ഡി. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ സ്ലിറ്റും അല്ലെങ്കിൽ സ്ലിറ്റുകളും, കാരണം നമുക്ക് S1 S2 ഉണ്ടല്ലോ. സ്ലിറ്റും സ്ക്രീനും തമ്മിൽ അകലാണ്. അത് വളരെ എളുപ്പമാണ്, ഒരു സ്കെയിൽ വെച്ച് കളന്നാൽ മതി. അതുകൊണ്ട് ഒറ്റ സെൻറ്റൻസുകൾ. ദ ഡിസ്റ്റൻസ് ഡി ബിറ്റ്വീൻ ദി സ്ലിറ്റ് ആൻഡ് ദി ഫോക്കൽ പ്ലെയിൻ ഓഫ് ദി ഐ പീസ് ഇസ് മെഷേർഡ് as d. A meter scale can be used for this. Now comes the third part to measure d. ആ ഡി കണ്ടുപിടിക്കാൻ ഒരു പടം വരയ്ക്കണം. ഇതാണ് പടം. അപ്പോൾ നമുക്ക് ഈ പടത്തിൽ നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാമോ, 2 പടമുണ്ട്. ഒന്നാമത്തെ പടത്തിൽ നേരത്തെ ഉള്ള അറിഞ്ഞവർ തന്നെയാണ്, സ്ലിറ്റ്, ബൈപ്രിസം, മൈക്രോമീറ്റർ ഐ പീസ്. അതിന് ഇടയ്ക്ക് ഒരു കോൺവെക്സ് ലെൻസ് ഇൻ്റർപോസ് ചെയ്യണം. ചെയ്യുമ്പോൾ ആ ലെൻസിലേക്കുള്ള ദൂരത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആദ്യം ലെൻസ് വെക്കുന്നത് ബൈപ്രിസമായിട്ട് ചേർത്താണ്. നോക്കുക, ചേർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ സ്ലിറ്റും ലെൻസും നമ്മൾ അങ്ങനെ എം ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെൻസും മൈക്രോമീറ്റർ ഐ പീസ് നമ്മൾ അങ്ങനെ എൻ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പടത്തിൽ ഈ ലെൻസ് മാത്രം അങ്ങോട്ട് മാറ്റണം. ലെൻസ് മാത്രം മാറ്റി ഇമേജ് കിട്ടുന്ന കേസാണ്. അപ്പോൾ ലെൻസ് മാത്രം മാറ്റി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. കുറച്ചും കൂടി മാറ്റണം കേട്ടോ, കുറച്ചുകൂടി വേണേൽ മാറ്റി വെക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇമേജ് കിട്ടും. ദൂരം നമ്മൾ ആദ്യ ദൂരം n ആയിട്ട് മാറും. ഈ ലെൻസ് മുതൽ സ്ലിറ്റ് വരെ n ആയിട്ട് മാറും. രണ്ടാമത്തെ ദൂരം m ആയിട്ട് മാറും. ദൂരം മറിഞ്ഞു വരും. അത്തരം സ്ഥാനങ്ങളാണ് ലെൻസിൻ്റെ 2 കോൺജുഗേറ്റ് പൊസിഷൻ എന്ന് നമ്മൾ ഈ ഫസ്റ്റ് ക്ലാസ്സൊക്കെ പഠിക്കും. കോൺജുഗേറ്റ് പൊസിഷൻ ലെൻസിൻ്റെ. അപ്പോൾ ഇത്രയുള്ള ഒന്നാമത്തെ പടത്തിൽ ലെൻസ് വെക്കുമ്പോൾ നമ്മൾ മൈക്രോമീറ്റർ ഐ പീസ് ബാൻഡ് കാണത്തില്ല. ബാൻഡ് അപ്രത്യക്ഷമായിട്ട് ഈ S1 S2 ഇമേജാണ് കിട്ടുന്നത്. അതാണ് പ്രത്യേകത. ഈ ലെൻസില്ലെങ്കിൽ നമുക്ക് മൈക്രോമീറ്റർ ഐ പീസിനകത്ത് ബാൻഡ്സ് കിട്ടും. ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ്. നമ്മൾ ഫസ്റ്റ് പാർട്ട് പരീക്ഷണം ചെയ്ത പോലെ ബാൻഡ്സാണ് കിട്ടുന്നത്. ലെൻസ് അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാൻഡ്സ് ഡിസിപ്പ് ചെയ്തിട്ട് S1 S2 ഒരു ഇമേജ് കിട്ടും. ഒരു പ്രത്യേക അകലത്തിൽ. ആ അകലം D1 അളക്കണം. D1 എന്ന് പറയും. അത് മൈക്രോമീറ്റർ ഐ പീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് അളക്കാം. D1. ലെൻസ് അതിൻ്റെ കോൺജുഗേറ്റ് സ്ഥാനത്ത് കൊണ്ടുവരുമ്പോൾ ആ ഇമേജ് കുറച്ചൊരു ക്ലോസ് ആകും. മൈക്രോമീറ്റർ ഐ പീസ് കിട്ടുന്ന S1 S2 ഇമേജുകൾ കുറച്ചൊരു ക്ലോസ് ആകും. അന്നേരം അവ തമ്മിലുള്ള സെപ്പറേഷൻ D2 അളക്കണം. D1 D2 അറിയാമെങ്കിൽ ആ സ്ലിറ്റുകളെ യഥാർത്ഥ അകലം, റിയൽ ഡിസ്റ്റൻസ് സെപ്പറേഷൻ, അത് സ്മോൾ d റൂട്ട് ഓഫ് D1 D2 എന്നളക്കാം. അതാണ് പറയുന്നത്. അപ്പോൾ നോക്കി 2 പടം വരയ്ക്കുന്നത് മനസ്സിലായല്ലോ. ഫസ്റ്റ് പടം ലെഫ്റ്റിൽ ലെൻസ് ബൈപ്രിസത്തോട് ചേർത്ത് വരയ്ക്കണം. സെക്കൻഡ് ചിത്രത്തിൽ ലെൻസ് മാത്രം മാറ്റണം. ആദ്യ ദൂരങ്ങൾ രണ്ടാമത്തിൽ മറിഞ്ഞു കിട്ടും. n ആയിട്ട് മാറും, m ആയിട്ട് മാറും. ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആണ് എഴുതിയിരിക്കുന്നത്, വായിച്ചു നോക്കാമത്. ടു മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെർച്വൽ ഇമേജസ്, ഇത് കോൺജുഗേറ്റ് ഫോഴ്സ് മെത്തേഡ് ഇസ് യൂസ്ഡ്. അപ്പോൾ ഈ മെത്തേഡിനെ, നമ്മൾ ഈ D1 D2 അളക്കുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ഫോഴ്സ് മെത്തേഡ് എന്നാണ് പറയുന്നത്. For this
A short focus convex lens is interposed between the biprism and the eyepiece without disturbing their positions. പൊസിഷനിന് സ്ഥാനങ്ങൾക്ക് ഒരു മാറ്റവുമില്ലാതെ ഈ ബൈപ്രിസത്തിൻ്റെയും അതുപോലെ മൈക്രോമീറ്റർ ഐപ്പീസിനിടയ്ക്ക് ഒരു കോൺവെക്സ് ലെൻസ് ഷോർട്ട് ഫോക്കൽ ലെന്ത് കുറവുള്ള ഒരു കോൺവെക്സ് ലെൻസ് വെക്കണം. ലുക്കിംഗ് ത്രൂ ദി ഐപ്പീസ് the position of the lens is adjusted so that virtual images of the slit are clearly seen. The distance, you write the distance given between the images is measured. അപ്പോൾ ഇമേജ് കിട്ടിയാൽ d1 അളക്കണം. The lens is moved to the conjugate position, and again two clear images of the slit are obtained in the eyepiece, and the distance d2 between them is measured. ഞാൻ പറഞ്ഞു ലെൻസിനെ രണ്ടാമത്തെ കോൺജുഗേറ്റ് സ്ഥാനത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇമേജുകൾ തമ്മിൽ മൈക്രോമീറ്റർ ഐപ്പീസിൽ കാണുന്ന ഇമേജുകൾ തമ്മിലുള്ള അകലം d2 അളക്കണം. Then d actual distance, അതായത് വെർച്വൽ സോഴ്സസ് S1 S2 തമ്മിലുള്ള ആക്ച്വൽ ഡിസ്റ്റൻസ് കാണുന്ന ഇക്വേഷനാണ്. Then d can be calculated with the equation d is root of d1 d2. അതായത് d1 d2ൻ്റെ ജോമെട്രിക് മീനാണ് സ്മോൾ d എന്ന് പറയുന്നത്. ബിക്കോസ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, സിമ്പിൾ കാൽക്കുലേഷനാണ്. Because in the case A d1 by d hi by ho, നമ്മൾ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ hi by ho, അല്ലെങ്കിൽ ലീനിയർ സൈസ് ഓഫ് ദി ഇമേജ് ബൈ ലീനിയർ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് d1 by d is n by m, b by u എന്നുള്ള ഫോർമുല, m is b by u എന്ന ഫോർമുല ഉണ്ടല്ലോ. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് ആണ് d1. നമുക്കിവിടെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് S1 S2 ദൂരാണ്, അത് d. അപ്പോൾ hi by ho is b by u, n by m. n ആണ് ഫസ്റ്റ് പടത്തിൽ വിയുടെ സ്ഥാനത്ത് വരുന്നത്. പടം നോക്കണോ? ഫസ്റ്റ് പടത്തിൽ വിയുടെ സ്ഥാനത്ത് വരുന്നത് ലെൻസിൽ നിന്ന് ഇമേജിലേക്കുള്ള അകലാണ്, മൈക്രോമീറ്റർ ഐപ്പീസിലേക്കുള്ള അകലാണ് n, അതാണ് വി. അപ്പോൾ m is equal v by u എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. d1 by d is n by m, ഇക്വേഷൻ 1. നെക്സ്റ്റ് ദി സെക്കൻഡ് കേസ്, ആ ലെൻസ് കോൺജുഗേറ്റ് സ്ഥാനത്ത് കൊണ്ടുപോയാൽ d1 by d is m by n, ദൂരം മറഞ്ഞു വന്നല്ലോ, ആ വി എന്നുള്ളതൊരു m ആയിട്ട് മാറും. അപ്പോൾ ഇനി 1 × 2 എടുത്താൽ 1 × 2 എടുക്കുമ്പോൾ d1 by d × d2 by d is equal to n by m × m by n. അപ്പോൾ വെട്ടിപ്പോൾ പണമെന്ന് കിട്ടും. അപ്പോൾ d1 d2 by d square is 1, ക്രോസ് മൾട്ടിപ്ലൈ, d square is d1 d2, d is root of d1 d2. അങ്ങനെ നമുക്ക് ആക്ച്വൽ സെപ്പറേഷൻ കാണാനും വെർച്വൽ സോഴ്സുകൾ തമ്മിലുള്ള ഹെൻസ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, വേവ് ലെങ്ത് ഇസ് calculated by the equation, lambda is beta d by d. ഇനി സ്മോൾ ഡി, ഇപ്പോൾ സ്മോൾ ഡി നമ്മൾ കണ്ടുപിടിച്ച മെത്തേഡ് തന്നെയാണ് ലെൻസിൻ്റെ കോൺജുഗേറ്റ് ഫോസി മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഡി കാണാനായിട്ട് വേറൊരു മെത്തേഡുണ്ട്, അതൊരു നോട്ടായിട്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം ഈ ഫോർമുല എന്ന് ഓർത്തിരിക്കണം, കാരണം ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം ചോദിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഈ ഫോർമുല പ്രത്യേകം പറയുന്നത്. നോട്ട് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ടു വെർച്വൽ സോഴ്സസ് ക്യാൻ ബി ഓൾസോ കാൽക്കുലേറ്റഡ് ബൈ ദി ഇക്വേഷൻ സ്മോൾ ഡി ഇസ് 2 alpha a into mu minus 1, where alpha is the refracting angle of the prism, a is the distance between the source and the biprism, and mu the refractive index of the material of the biprism. അതായത് ഈ സ്മോൾ ഡി കാണാൻ ഉള്ള ഫോർമുലയാണ് 2 alpha a mu minus 1. ആൽഫ എന്ന് പറയുന്നത് പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റിംഗ് ആംഗിളാണ്, ഹാഫ് ഡിഗ്രി എന്നുള്ള ആംഗിളാണ്. അത് റേഡിയനാക്കി വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. എ എന്ന് പറഞ്ഞാൽ സ്ലിറ്റും ബൈപ്രിസം തമ്മിൽ അകലാണ്, 5 സെൻറ്റിമീറ്റർ ഒക്കെ ആയിരിക്കും. മ്യൂ ഈ ബൈപ്രിസം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, 1.5 വലുതായിരിക്കും. അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഫോർമുല കിട്ടുന്നത് നമ്മൾ തിൻ ഫിലിം ഡീവിയേഷൻ, അത് +2 ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. തിൻ ഫിലിം ഡീവിയേഷൻ വെച്ചുള്ള ഫോർമുല d = mu - 1 × a എന്നുള്ള ഇക്വേഷൻ വെച്ചാണ് ഈ ഫോർമുല കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ
നമുക്ക് ഈ ഫോർമുല മാത്രം ഓർക്കുക. The separation of the two vertical sources can be found by the equation D is equal to 2 alpha A into mu minus 1, where alpha is the refracting angle of the prism, which is half degree. We have to convert it into radian. A is the distance between the slit and the biprism, and mu is refractive index of material of biprism, that is of glass, nearly 1.5. And here comes the question. It's a very, very important question. Discuss or describe the Fresnel biprism experiment for the determination of wavelength of light. That question is very important. It is a selection question also. And here there is a short answer question. Explain the biprism fringes when white light is used. നമ്മൾ ആ സ്ലിറ്റ് എസ് ഉണ്ടല്ലോ, അതിന് ഒരു വൈറ്റ് ലൈറ്റ് ഉപയോഗിച്ചാൽ കാണുന്ന ഫ്രിഞ്ചസിന് എന്ത് മാറ്റം ഉണ്ടാകുന്നതാണ് ചോദ്യം. അപ്പോൾ നോക്കിയേ, there will be a central white fringe and a few colored fringes on either side of the central fringe. അപ്പോൾ ഈ വൈറ്റ് ലൈറ്റാണ് ഉപയോഗിക്കുമെങ്കിൽ ഈ പ്രിസം ലൈറ്റിന് ഡിസ്പേഴ്സൺ ഉണ്ടാക്കും, എങ്കിലും സെൻട്രൽ ഫ്രിഞ്ച് ബ്രൈറ്റ് ആയിരിക്കും. അതിൻ്റെ അപ്പുറം ഇപ്പുറം നമുക്ക് കളേർഡ് ഫ്രിഞ്ചസ് കിട്ടും. ഇറ്റ് ഈസ് ദെൻ ഫോളോഡ് ബൈ ജനറൽ ഇലുമിനേഷൻ. ആ കളേർഡ് ഫ്രിഞ്ചസ് കഴിഞ്ഞാൽ നമുക്ക് ജനറൽ പൊതുവായിട്ട് ഇലുമിനേഷനാണ്. കാരണം പിന്നീട് അങ്ങോട്ട് കളേഴ്സ് ഓവർലാപ്പ് ചെയ്തിട്ട് നമുക്കൊരു യൂണിഫോം ഇലുമിനേഷൻ കിട്ടും. അപ്പോൾ എന്താണ്, വൈറ്റ് ലൈറ്റ് ഉപയോഗിച്ചാൽ സെൻട്രൽ ഫ്രിഞ്ച് വൈറ്റ് തന്നെയായിരിക്കും, ഫോളോഡ് ബൈ എ ഫ്യൂ കളേർഡ് ഫ്രിഞ്ചസ് ബാൻഡ്സ് ആൻഡ് thereafter uniform illumination due to the superposition of colored bands. That is all with your 5th lecture on optics. Thank you very much.